ക്രോസ് വയറിലേക്ക് സ്വാഗതം. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പം നേതൃമാറ്റം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ്സിൽ. BJP നേതൃമാറ്റം ഉണ്ടായി. അപ്പം സമ്മേളനത്തിനടുത്ത് മാഷ് സെക്രട്ടറി അതിന് മുമ്പ് എത്തുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് പാർട്ടികളുണ്ടായ ഈ നേതൃമാറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, നേതൃമാറ്റം കൊണ്ട് മാത്രം രാജ്യത്ത് എവിടെയായാലും എന്തെങ്കിലും മൗലികമായ മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നേതൃമാറ്റത്തെയും കാണാൻ സാധിക്കുകയുള്ളൂ. നയമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്. അതാണ് ഇപ്പോഴേ ഏറ്റവും അവസാനം. ചിദംബരം പോലും കോൺഗ്രസ്സിന് BJPയെ നേരിടാനാവുന്നില്ല. ഈ നിലപാടാണ് ഇതിനടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇവിടെ സംഘടനാപരമായ പ്രശ്നമാണ് പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. BJPയോ തന്നെയാണ്. കാരണം ഒന്നും ജനാധിപത്യപരമല്ല. എല്ലാം മേലെ നിന്ന് കെട്ടി എഴുന്നള്ളിക്കുന്ന ആളുകളെ ഇവിടെ അംഗീകരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അതാണ് കോൺഗ്രസിനും BJPക്കും ഉള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിൻ്റെ അകത്തെ പ്രമുഖനായ നേതാവ് സുധാകരനെ എന്തിനാണ് മാറ്റുന്നത് എന്ന ചോദ്യത്തിന് സാമുദായിക പശ്ചാത്തലം ഒരുക്കാനാണ് എന്ന വാദത്തോടെ ഒരു പാർട്ടി അതിൻ്റെ മൂല്യച്യുതികളെ അങ്ങേയറ്റം വരെ എത്തുന്നു എന്നുള്ളതാണ്. സുധാകരനെ പോലുള്ള ഒരാളെ മാറ്റി വേറൊരു സാമുദായിക പശ്ചാത്തലം രൂപപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എടുക്കുന്ന നിലപാട് വലിയ രീതിയിലുള്ള ഒരു അപജയമാണ് സൂചിപ്പിക്കുക. സുധാകരന് ഉള്ളപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സംഘർഷാത്മകമായ സാഹചര്യമാണ് ഇപ്പോഴും പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ്സിൽ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സുധാകരൻ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞു, കുറേ ആളുകൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ അവരാരും മുഖ്യമന്ത്രിയാവാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുകയുണ്ടായി. എന്നെ ചതിച്ചിരിക്കുകയാണ്. എന്നെ ചതിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ തലത്തിൽ വന്നവർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പങ്കുവഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ മാറ്റത്തിലൂടെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് അതുപോലെ തന്നെ നേതൃമാറ്റത്തിലൂടെ വലിയ സംഘർഷാത്മകമായ സാഹചര്യം അഭിമുഖീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴെല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ഈ സാമുദായിക സമവാക്യം മാത്രം മാനദണ്ഡമാക്കി അതിൻ്റെ എല്ലാ UDF-ൻ്റെ കൺവീനർ, അതുപോലെ KPC പ്രസിഡന്റ്, മറ്റ് സ്ഥാനങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ, ഇതിലെല്ലാം നമ്മൾ കൃത്യമായി കാണുന്നത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നതിനപ്പുറത്തേക്കൊരു സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. എന്നാൽ ചില സമുദായങ്ങൾ, പിന്നൊക്കെ സമുദായങ്ങളൊക്കെ ചിലത് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം കാണുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല. രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സമുദായം നോക്കിയിട്ടല്ലല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പാർട്ടിയെ ജനാധിപത്യപരമായ രീതിയിൽ നയിക്കുന്നില്ല. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചില ആൾക്ക് താല്പര്യം അനുസരിച്ച് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ചില ആളുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. ചില ആളുകൾക്ക് പുതിയ പദവി നൽകുകയാണ്. അത്ര കണ്ടാൽ മതി. അത് ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ രീതിയല്ല യഥാർത്ഥത്തിൽ. അവർക്ക് ആഗ്രഹമുള്ള ആളുകളെ എടുക്കുക, ആഗ്രഹമില്ലാത്തവരെ ഒഴിവാക്കുക ഗ്രൂപ്പിൻ്റെ പുതിയ രീതിയാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ സങ്കീർണതയോടുകൂടി അവരഭിമുഖീകരിക്കാനും പോവുകയാണ് കോൺഗ്രസ്. ഏതായാലും കോൺഗ്രസിന് ഒരു കാര്യം അവർക്ക് തന്നെ വ്യക്തമായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട്. ഈ ശശി തരൂരിനെ നയതന്ത്ര സംഘത്തിൻ്റെ തലവനാക്കിയതിലും അത് കോൺഗ്രസ് വളരെ വേറൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പം അത് അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ കോൺഗ്രസ്സിന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടോ? അല്ല, കോൺഗ്രസ് BJPയുമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പോകുന്ന നിലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ചിദംബരം പറഞ്ഞത്, കോൺഗ്രസ്സിന് ഫലപ്രദമായി BJPയെ പ്രതിരോധിക്കാനാവുന്നില്ല. അത് കൃത്യമായിട്ട് അവർ തന്നെ അതിൻ്റെ ഏറ്റവും ഉന്നത നേതാവല്ലേ പരസ്യമായിട്ട് പറഞ്ഞത്. അത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ SDPI, RSS, BJP ഉൾപ്പെടെയുള്ള ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ടൊരു ഐക്യപ്രസ്ഥാനം രൂപപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ മാത്രമല്ല, കുറേ കൊല്ലമായിട്ട് തുടരുകയാണ്. ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വലിയ പ്രത്യാഘാതം ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. BJPയുടെ പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പറയുന്നത് പോലെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് താൻ വന്നിരിക്കുന്നതെന്നാണ്. പണം ഉപയോഗിച്ച് ഭരണം പിടിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല.
പണമുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരിൽ കുത്തക മുതലാളിമാരിൽ ഒരാളാണ് പുതുതായിട്ട് വന്ന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കേരള രാഷ്ട്രീയത്തിൽ അത് അന്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും പഴയ BJPയുടെ KG മാരാർ ഉൾപ്പെടെ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ സാധാരണയിൽ നിന്ന് സാധാരണക്കാരനായിട്ട് ഒരു അധ്യാപകനായിട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ അന്നത്തെ പാർട്ടിയുടെ ഭാഗമായിട്ട് ജനസംഘത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. അങ്ങനെയൊരു പാരമ്പര്യമാണ് കേരളത്തിൽ പൊതുവേ രാഷ്ട്രീയ രംഗത്തുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം അടിസ്ഥാന വർഗ്ഗത്തിൽ നിന്ന് വന്നവർ, പിന്നെ ഇടത്തരക്കാർ, പൊതുവായിട്ടുള്ള ആളുകൾ, അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇപ്പോഴും ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കുത്തക മുതലാളിമാരുടെ ഭാഗമായിട്ടുള്ള ഒരാൾക്ക് പ്രസിഡൻ്റ് ആവാൻ സാധിച്ചത്. ആ പ്രസിഡന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പണം കൊടുത്ത് എല്ലാം കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ പണം കൊടുത്തുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ അധികം താമസം വേണ്ടി വരില്ല. വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന് ഇരിപ്പിടം കിട്ടി, അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വിമർശനങ്ങൾ അതിൻ്റെയിലുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇവിടെ വന്ന് നേരത്തെ വന്നിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതെ, അതൊക്കെ പ്ലാൻ ചെയ്തതാണ്. പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഉറക്കമാണ്. ക്യാമറയുടെ മുമ്പിൽ കുറേ ആളെ കൊണ്ട് കൂടി ഇരുത്തുക, എന്നിട്ട് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുക. ആ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സ്റ്റേജിൽ ഇരുന്നിട്ട് അവിടെ ഒറ്റക്ക് മുദ്രാവാക്യം വിളിക്കുക. ഇതെല്ലാം നമ്മൾ ആ ഒരു കോപ്രായം പോലെ കണ്ടതാണ്. ഇതൊന്നും ഈ ഉത്ബുദ്ധ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രക്രിയ പോലെ കേരളത്തിൽ വോട്ടാക്കാൻ ഇതൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നതിലൊക്കെ ഒരടിസ്ഥാനമില്ല. ഇവിടെയുള്ള BJPയുടെയും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിച്ച എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് നല്ല അനുഭവമുള്ളവരാണ്. ആ അനുഭവമുള്ളവർക്കറിയാം ഈ കോപ്രായം കൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ അവരുടെ നിലപാടാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തെ സംബന്ധിച്ച് ലോകത്ത് തന്നെ 3 സാർവദേശീയ മതം, ഒന്ന് ഹിന്ദു, മറ്റൊന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി. ഈ അനുവാദത്തിൽ, കേരളത്തിൻ്റെ അനുവാദത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു ജനതയോ ഒരു നാടോ ലോകത്ത് വേറെ എവിടെയില്ല. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കേരളത്തിൻ്റെ പ്രത്യേകത കാണാതെ ഈ പറയുന്ന രീതിയിൽ സാമുദായിക രീതിയിൽ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും നാടായ ഈ കേരളത്തിൽ അത് വല്ലാത്ത രീതിയിൽ അങ്ങനെ സ്വാധീനിച്ചു പോകും എന്ന് ധരിക്കുന്നവർക്ക് അനുഭവത്തിലൂടെ പാഠം പഠിക്കേണ്ടി വരും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഈ വിഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ മന്ത്രി VN വാസവൻ അദാനിയെ പാർട്ണർ എന്ന് വിളിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണർ എന്ന് അദാനിയെ വിളിച്ചു എന്നത് ഒരു പരിഹാസ രീതിയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. അല്ലല്ല, അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങളിപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒന്നല്ല ഇത്. CPIMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റേ അല്ല. ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധനത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ആ ഇന്ത്യയിലുള്ള ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇതാദ്യം മനസ്സിലാവാതെ ഉപരിപ്ലവമായി എന്തൊക്കെയോ മനസ്സിലായി അതിനടിസ്ഥാനപ്പെടുത്തി കുറേ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ CPIM മുന്നോട്ടേക്ക് വെക്കുന്ന സോഷ്യലിസത്തിൻ്റെയോ ജനാധിപത്യ വിപ്ലവത്തിൻ്റെയോ മുദ്രാവാക്യം നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് കാണുന്നില്ല. ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം മുഴുവൻ നടപ്പിലാക്കാനാവും ഈ ഗവൺമെൻറ്റിന് എന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോഴും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് സമീപനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്ന രാഷ്ട്രീയം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിൻ്റെ പ്രത്യയശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല ഈ ഭരണകൂട വ്യവസ്ഥ. അപ്പോൾ ഭരണകൂട വ്യവസ്ഥക്കകത്ത് ഭരണഘടനാപരമായി എന്തെല്ലാം പ്രവർത്തിക്കാനാവുമെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയെയും വികാസത്തെയും മുന്നോട്ടേക്ക് നയിക്കാൻ അതിനുതകുന്ന നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഒപ്പം നിർത്തി പൂർണ്ണമായിട്ടും അങ്ങനെയാണ് പോകുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം തന്നെ. ആ തെറ്റിദ്ധാരണ വേണ്ട, അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ സ്വകാര്യ മൂലധനമുണ്ട്. സ്വകാര്യ മൂലധനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളം യഥാർത്ഥത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണൊരു ബദൽ. ആ ബദൽ സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി അന്നത്തെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള കരാറ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കരാറാണ്. ആ കരാറ് ഉപേക്ഷിച്ച്
വേറൊന്നിലേക്ക് പോയാൽ ഈ 9 കൊല്ലം 10 കൊല്ലം ഉണ്ടായാലും നടക്കില്ല. കേസും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പവും. അതുകൊണ്ട് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രൊജക്റ്റ് നടക്കുന്നതാണ് നല്ലത് എന്ന് അന്നും ഇന്നും എല്ലാ സന്ദർഭത്തിലും CPIM എടുത്ത നിലപാട് അതാണ്, ഗവൺമെൻറ് എടുത്ത നിലപാടും അതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദാനിക്ക് ലഭിച്ചപ്പോൾ അദാനി കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ പദ്ധതി കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം അത് വളരെ വ്യാപകമായ ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തി. വനംവകുപ്പിൻ്റെ ഓഫീസിൽ പോയി MLAക്ക് വരെ സംസാരിക്കേണ്ട സ്ഥിതി വരുന്നു. കാരണം ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച വരുന്ന ആരോപണം. അതായത് വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ പ്രശ്നമുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഈ സംഘർഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വരുന്ന പൊതുസംഘർഷത്തിൽ സ്വാഭാവികമായിട്ടും ചില സംഭവങ്ങളുണ്ടാവും. ആ സംഭവങ്ങൾ തിരുത്തി പോകുക എന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വേടനെതിരായിട്ട് വന്ന കാര്യവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അത് അധികം എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ ഗവൺമെൻറ് നയപരമായി എടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന സമീപനം സ്വീകരിക്കുക. പിന്നെ വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ അടിസ്ഥാന കാരണം വന്യജീവികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കടുവയുടെ എണ്ണം കൂടുകയാണ്, ആനേൻ്റെ എണ്ണം നല്ലതുപോലെ കൂടുകയാണ്. എന്നാൽ വിസ്തൃതിയുണ്ട്, ആ വിസ്തൃതിക്ക് മതിയാകുന്നില്ല ഇവർക്ക്. അതുപോലെ തന്നെ അവിടെ ഭക്ഷണം മതിയാകുന്നില്ല, അപ്പോൾ താഴത്തേക്ക് വരികയാണ്. മനുഷ്യനെ ഉപദ്രവിക്കുന്ന നിലയിലേക്കുള്ള ചില ജീവികൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തണം. അത് മാറ്റം വരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നമ്മുടെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഈ ആനക്കും അതുപോലെ ഇതിനെല്ലാം കടന്നു വരാനുള്ള വഴി ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഒരു സുരക്ഷിത നിലപാടിന് വേണ്ടി കേരള ഗവൺമെൻറ് കൊടുത്ത പ്രൊജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് തരുന്നുമില്ല, ഒരു പൈസ അതിന് വേണ്ടി ചിലവാക്കുന്നില്ല. ഇതായിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വന്യജീവി പ്രശ്നം മുഴുവൻ കൈകാര്യം ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ വീടിൻ്റെ കാര്യത്തിലടക്കം വനംവകുപ്പ് കുറച്ചൊക്കെ അതിര് വിട്ട് പെരുമാറുന്ന നേരത്തിലേക്കാണ് അതെല്ലാം പോയത്. അതെ അതെ, അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു ആവശ്യമായ തിരുത്തൽ വരുത്തി. വേടൻ ചെയ്തിട്ടുള്ളതിൻ്റെ അകത്ത് പെശകുണ്ട്. അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പാലിക്കേണ്ടുന്ന ശരിയായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുകയും ഞാനത് തിരുത്തി, എന്നെ ആരും തിരുത്തിക്കാനുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചതോട് ഞാൻ തിരുത്തിയിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ജാതി വിവേചനപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ നിലപാടിൻ്റെ വക്താവാണ് എന്ന് വരെ പറഞ്ഞ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത പോലും പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊന്നും ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. അതിനെയാണ് കലാ ആഭാസമാണ് എന്ന് പറഞ്ഞത്. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉയർത്തിരുന്ന് വരുന്നത്. അവരുടെ മനസ്സിലതാണ്. ഇതുപോലുള്ള കലയെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ക്ലാസിക്കൽ കലയെ പറ്റി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇത് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേടൻ ഉൾപ്പെടെയുള്ള റാപ്പ് മ്യൂസിക്. റാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, റിത്തം ആൻഡ് പോയട്രി എന്നാണ്. അപ്പോൾ അത് താളാത്മകമായ രീതിയിൽ കാര്യങ്ങൾ പദ്യരൂപം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിന് നല്ല റീച്ചുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ രീതിയിലുള്ള കടന്നാക്രമണം നടത്തുക, അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത കേരളത്തിലുണ്ട്, എല്ലാ ജനാധിപത്യ ശക്തികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം മുതലേ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ഒരാളല്ല വേടൻ. ഇപ്പം CPIMൻ്റെ പാർട്ടി കോൺഗ്രസ് വിജയകരമായി നടന്നു. ജനറൽ സെക്രട്ടറിയായിട്ട് MA ബേബി എത്തി. അപ്പോൾ ഈ മെമ്പർഷിപ്പിൽ നമ്മൾ നോക്കുമ്പം 10 ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് രാജ്യത്തുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷത്തിലധികവും കേരളത്തിൽ നിന്നാണ്. ഒരു കേരള പാർട്ടിയായി CPIM ചുരുങ്ങുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇല്ലില്ല, അത് പണ്ടേ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം നല്ല രീതിയിൽ കേരളം തന്നെയാണ് മെമ്പർഷിപ്പിൻ്റെ ഒന്നാം സ്ഥാനത്ത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്, വർഗപരിചരണ സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ട് തന്നെയാണ് പാർട്ടി നിലകൊള്ളുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും ഭാഗമായിട്ട് അത് കേരളത്തിൽ ചുരുങ്ങി പോകുന്നു എന്നുള്ളതല്ല. കേരളത്തിലാണ് ശക്തിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് മാത്രം പറയാം. കേരളത്തിലെ പാർട്ടി ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ ടേമിലേക്ക് പോകാനുള്ള നല്ല രീതിയിലുള്ള ഒരു പുതിയ കേരളത്തെ പറ്റിയാണ് സങ്കല്പിക്കുന്നത്. അതിൻ്റെ രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. കേരളത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പ്രാധാന്യമുണ്ട്. പക്ഷേ അത് കേരള പാർട്ടിയായിട്ട് ചുരുങ്ങുകയാണ്
എന്ന് പറയുന്നത് തെറ്റായ പ്രചരണമാണ്. മാഷിൻ്റെ വാക്കുകൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ആണ് മെമ്പർഷിപ്പിൽ കൂടുതൽ എത്തിയവരാണ് കേരളത്തിലുള്ളവരിൽ. അതിൽ തന്നെ 50% പേര് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അപ്പോൾ അവർക്കൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് കുറവ് അങ്ങനെ പോരാൻ. രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കുറവെന്ന് പറയണമെങ്കിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം എപ്പോഴും ഒരു അവസാനിക്കണ്ടേ. എത്ര കാലം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നോ, പ്രത്യേകിച്ച് CPIM, അക്കാലം അത്രയും തുടരേണ്ടുന്ന ഒന്നാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസം. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് അവസാനമൊന്നുമില്ല. അങ്ങനെയാണ് ശരിയാണ് ധാരണ. എന്തോ ഒരു കാര്യം ഗുളികപ്രായത്തിന് കൊടുത്ത് അതോടുകൂടി രാഷ്ട്രീയം തീർന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരുന്ന എല്ലാ രാഷ്ട്രീയ പ്രക്രിയയിലും ഇടപെടാൻ അവരെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം, സംഘടനാ വിദ്യാഭ്യാസം സഖാക്കൾക്കും പ്രവർത്തകർക്കും കൊടുത്തുകൊണ്ട് മാത്രമേ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ പ്രക്രിയയിലാണ് പാർട്ടി ഉള്ളത്. ഈ ഗ്രൂപ്പ് മെമ്പർഷിപ്പിലേക്ക് വരുന്ന ആളുകൾ വലിയ ഭാഗം കൊഴിഞ്ഞു പോകുന്നു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് സമയത്ത്. സാധാരണ ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഗ്രൂപ്പിലേക്ക് എടുക്കുമ്പോൾ അല്ല കൊഴിഞ്ഞു പോകുന്നത്, ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ കൊഴിയെന്നെ ചെയ്യും. എല്ലാ ഗ്രൂപ്പിൽ ചേർത്തിട്ടുള്ള ആളുകളെയും പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടിരില്ല. ഗ്രൂപ്പിൽ നിന്ന് ഒരു ചെറിയ വിഭാഗത്തെ മാത്രമേ പാർട്ടി മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് 1-2 ആളുകൾക്കാണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് എടുക്കുക. ഞങ്ങൾക്ക് 38,426 ബ്രാഞ്ചുണ്ട് ഈ കേരളത്തിൽ. ഈ ഓരോ ബ്രാഞ്ചിൽ നിന്നാണ് ഈ പറയുന്ന പോലെ ഓരോരാളെ 2 ആളെ നമ്മൾ ഓരോ കൊല്ലവും അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് 10, 15, 20 ആളടങ്ങുന്ന അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് 2-3 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് എടുക്കുക. ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്നാണ് പിന്നീട് പൂർണ്ണ മെമ്പർഷിപ്പിലേക്ക് വരിക. 2-3 കൊല്ലക്കാലത്തെ പ്രക്രിയയാണ്. അവിടെ അതിൽ ഒരു വിഭാഗം കൊഴിഞ്ഞു പോകും. ആ കൊഴിഞ്ഞു പോക്ക് കുറക്കണമെങ്കിൽ രാഷ്ട്രീയ സംഘടനാ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇവരെ മുന്നോട്ടേക്ക് നയിക്കണം. ആ നയിക്കുന്ന പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായപരിധി 75 വയസ്സിൻ്റെ പരിധി വെച്ചല്ലോ, അതിങ്ങനെ പലരും ഒഴിവായി. അപ്പോൾ അവരെയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം കേന്ദ്ര കമ്മിറ്റി കൊണ്ടുവരും. അവരെല്ലാം പ്ലേസ് ചെയ്തല്ലോ, എല്ലാവരെയും പ്ലേസ് ചെയ്തു. 75 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള സഖാക്കളെ മുഴുവൻ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിട്ടുള്ള കേഡർമാരെ ഇപ്പോൾ SRP ഉൾപ്പെടെ സെൻട്രൽ കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി. ഇവിടെ ഉണ്ടായിരുന്ന സഖാക്കളെല്ലാം ഞങ്ങൾ PS ഉൾപ്പെടെയുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി. വയസ്സ് കൊണ്ടല്ലാതെ തന്നെ താഴത്തേക്ക് പോയിട്ടുള്ളവരുണ്ട്, അവരെ താഴെ കമ്മിറ്റികളിൽ ക്ഷണിതാവാക്കി. അങ്ങനെ എല്ലാവരുടെയും സേവനം പാർട്ടി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പാർട്ടി കാഴ്ചപ്പാട്. അതാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി വെച്ച് ഒഴിവായ ആളാണ് PK സ്വാമി ടീച്ചർ. ടീച്ചർ പക്ഷേ മഹിളാ സെക്ഷൻ്റെ ഭാരവാഹി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അവിടെ ഇളവ് ലഭിക്കുകയുണ്ടായി. അത് സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു അറിവോട് കൂടിയാണതോ? ഞങ്ങൾ അറിവോടുകൂടി, നമ്മൾ അറിവില്ലാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതെത്ര നന്നായി വിവാദം. അതായത് വിവാദത്തിനൊന്നും പ്രശ്നമില്ല, അത് വെറുതെ പറയുകയാണ്. പങ്കെടുക്കുന്നതിൽ വിലക്കി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു ആരുടെയും വിലക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അവരുടെ പ്രവർത്തന കേന്ദ്രം ഇവിടെയല്ല. അപ്പോൾ ഇവിടെ ദൈനംദിന സെക്രട്ടേറിയറ്റ് അതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാവില്ല. ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കാം. അതിലൊന്നും വേറെ പ്രശ്നമില്ല. അവരുടെ പ്രവർത്തന മേഖല ഇതല്ല എന്നാണ് പറഞ്ഞത്. പ്രവർത്തന മേഖല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മഹിളാ സംഘടന കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വവുമായിട്ട് ഇന്ത്യയുടെ ആകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുണ്ടാകുമ്പോൾ കേരളത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതാണ് കാര്യമാണ്. അത് പ്രായോഗികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനെ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് വലിയ വാർത്തയാക്കി മാത്രമേ. അതിലൊന്നും ഞങ്ങൾ വലിയ കാര്യം കൊടുക്കുന്നില്ല. നെഗറ്റീവായ ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുക, പോസിറ്റീവായ കാര്യം മാത്രം ഗൗരവത്തിലെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കേരളത്തിലെ മാധ്യമങ്ങളുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ചിത്രം അത്. ഈ നെഗറ്റീവായ കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മേലെ ശ്രദ്ധ കൊടുത്ത് അതൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ശ്രദ്ധിച്ച് നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. ഒരു നെഗറ്റീവ് കാര്യം കൂടി ഞാൻ പറയട്ടെ. പ്രായപരിധി മൂലം മുൻ ഒഴിവാക്കപ്പെട്ട ആളാണ് G. സുധാകരൻ. അദ്ദേഹത്തിന് അതുപോലെ പ്ലേസ്മെൻറ്റ് കൊടുത്തില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ ഗവനിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതേ കഴിഞ്ഞ വർഷം നടത്തിയ വിവാദ പ്രസ്താവന പാർട്ടി കൂടി വെട്ടിലാക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു വെട്ടിലാക്കലുമില്ല. അല്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും വെട്ടിലാവേണ്ട കാര്യം? പാർട്ടി നിലപാടുണ്ട്, പാർട്ടി വ്യക്തമാവുണ്ട്, പാർട്ടി സഖാക്കൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസ് വെച്ച് പോസ്റ്റ് ബാലറ്റുകൾ തിരുത്തി എന്ന് പറയുകയും പിന്നീട് അത് ഭാവന കൂട്ടി പറഞ്ഞതാണെന്നാണ് അദ്ദേഹം തന്നെ തിരുത്തി. പിന്നെ നമ്മളാരെങ്കിലും പറയേണ്ട കാര്യമുണ്ട്? പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ തിരുത്തി. അത് കോൺഗ്രസ് പറഞ്ഞത് എല്ലാ കാലവും CPM ഇങ്ങനെ അട്ടിമറിക്കാറുണ്ട് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ എടുക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് എന്തെല്ലാം പറയുന്നുണ്ട്. കോൺഗ്രസ് പറഞ്ഞത് എന്തെങ്കിലും കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് അല്ലേ? എന്നിട്ട് ജനാധിപത്യത്തിൻ്റെ അപ്പോസ്റ്റർമാരായിട്ട് ഇപ്പോൾ നടക്കുകയല്ലേ?
അതിലൊന്നും വലിയ കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, നെഗറ്റീവായ കാര്യങ്ങൾ കുട്ടികളാണ്. ഇവിടെ പോസിറ്റീവായ കാര്യം മാത്രം നോക്കിയാൽ മതി. അടുത്ത ഗവൺമെൻറ് രൂപീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കേരളത്തിൽ നടക്കുകയും ചെയ്യും. പാനൂർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരു സീറ്റാണ് ലഭിച്ചത്. അതിന് മുമ്പ് ഒന്നല്ലേ കിട്ടിയിട്ടുള്ളൂ. അതെ, അതായത് നിയമസഭാ ഇലക്ഷനിൽ ആ പാറ്റേൺ ആവർത്തിക്കില്ല. നിയമസഭാ ഇലക്ഷൻ ആ പാറ്റേൺ ആവർത്തിക്കില്ല എന്നാണ് അവരിപ്പം ചിലക്കര തീരുമാനിച്ചല്ലോ. അതുമായിട്ട് ഒരു പാറ്റേണും ഇല്ലാതെ മനസ്സിലായല്ലോ ചിലക്കര തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ ലോഡിങ് ഉറപ്പായിട്ട് വരും, അങ്ങനെ പറയാം. പിന്നെ ആരും ഈ 3-5 മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നു. ഇവരാരും മുഖ്യമന്ത്രിയാവില്ല എന്നാണ് പ്രസിഡൻ്റായിരുന്ന സുധാകരൻ പറയുന്നത്. എങ്ങനെ ഇവിടെ കേരളത്തിൽ വേറൊരു സംവിധാനത്തെപ്പറ്റി ആലോചിക്കുക? ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്കെതിരായിട്ട് ഒരു തരത്തും ഒരു പഴുതുമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചായിരുന്നല്ലോ. എല്ലാവരും നടത്തിയ മുഴുവൻ പ്രചരണം, അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസികളും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾക്കെതിരായിട്ട് വന്നിട്ട് അവസാനം എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത വർഷം 10 മണിക്കായി ജനങ്ങൾ വോട്ട് ചെയ്തു. കാരണം അവർക്ക് നന്നായിട്ട് തിരിച്ചറിയും കേരളത്തെ. ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നൊരു ഗവൺമെൻറ്റാക്കി കേരളത്തിലെ ഗവൺമെൻറ് മാറും. അത് ലോകത്ത് തന്നെ ഒരു പുതിയ മാതൃകയായിരിക്കും. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് പുറത്ത് ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരളീയ സമൂഹം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ലോകം പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ കേന്ദ്രമായിരിക്കും കേരളം. മൂന്നാം തവണയും പിണറായി സർക്കാർ തുടരുമെന്ന ഉറപ്പിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. ക്രോസ് ഫെയർ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.